നെക്സ്റ്റ് വൺ നമ്മൾ പറയാൻ പോകുന്നത് അതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. ഒരു ബേസിക് ജനറലൈസ്ഡ് അഡ്വാൻറ്റേജസ് പറയുന്നത്. ദ ഫസ്റ്റ് വൺ ഇസ് ഫ്ലെക്സിബിലിറ്റി ഇൻ ഡോസിങ്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, ഡോസിങ് പേഷ്യൻ്റ് നീഡ് അനുസരിച്ചിട്ടാണ് നമുക്ക് എപ്പോഴും വരിക. സോ അതുകൊണ്ട് തന്നെ ടാബ്ലറ്റ് പോലെ 500 mg 600 mg ആയിരിക്കില്ല ഉണ്ടാവുക. പൗഡേഴ്സാണ്, നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമുക്ക് ഡോസ് അഡ്ജസ്റ്റ് ചെയ്യാം. രണ്ട്, കസ്റ്റമൈസേഷൻ ആണ്. പേഷ്യൻ്റെ നീഡ് അനുസരിച്ചും ഡോക്ടർ പറയുന്ന രീതിക്കും അനുസരിച്ച് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം അല്ലേ. അതായത് നമുക്ക് ഫ്ലേവറിങ് ഏജൻറ്റ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഡോസ് എത്ര വേണം നോക്കിയിട്ട് ആഡ് ചെയ്യാം. അപ്പം പേഷ്യൻ്റെ പ്രിഫറൻസ് എന്താണോ അതനുസരിച്ച് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇനി കെമിക്കൽ സ്റ്റെബിലിറ്റി ആണ്. ഇപ്പോൾ നമുക്കറിയാം ടാബ്ലറ്റ് ആയാലും അല്ലെങ്കിൽ ക്യാപ്സ്യൂൾ ആയാലും നമുക്ക് സ്റ്റോർ ചെയ്യുന്നതിൽ കുറേ ഫാക്ടേഴ്സ് നോക്കണം. അറ്റ്മോസ്ഫിയറായിട്ട് ബന്ധം വരാൻ പാടില്ല. പൗഡേഴ്സിലും ഉണ്ട്, എന്നാലും മറ്റുള്ളതുപോലെ അത്രയും ഒരു ഭയങ്കര കെമിക്കൽ സ്റ്റെബിലിറ്റിയാണ്. കാരണം നമ്മൾ ഉണ്ടാക്കുന്നത് മുതൽ അവസാനം വരെ ഉള്ളതിൻ്റെ ആ ഒരു കെമിക്കൽ സ്റ്റെബിലിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താനും പറ്റും. ഷെൽഫ് ലൈഫ് എന്ന് വെച്ചാൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന സമയത്തിനെയാണ് ഷെൽഫ് ലൈഫ് എന്ന് പറയുക കേട്ടോ. അല്ലെങ്കിൽ മാക്സിമം അവൈലബിലിറ്റി അല്ലെങ്കിൽ മാക്സിമം പൊട്ടൻസി കാണിക്കുന്ന പീരീഡ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമുക്കറിയാം പാരസ്റ്റമോളിൻ്റെ എക്സ്പയർ ഡേറ്റ് ഉണ്ട്. അത് അതിൻ്റെ മാക്സിമം പൊട്ടൻസി കാണിക്കുന്ന പീരീഡിനെയാണ് നമ്മൾ എന്ത് പറയുക, എക്സ്പയർ ഡേറ്റ്. അപ്പോൾ അതിന് നമ്മൾ ഷെൽഫ് ലൈഫ് എന്ന് പറയും. അപ്പോൾ ഷെൽഫ് ലൈഫ് നമുക്ക് മാക്സിമം ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. മറ്റുള്ള ഡ്രഗ് പോലെയല്ല, പൗഡേഴ്സിന് മാക്സിമം ഭയങ്കര കൂടുതൽ ലോങ് ഡ്യൂറേഷൻ ഓഫ് എക്സ്പയർ ഡേറ്റ് നമുക്ക് കിട്ടും എന്നുള്ളതാണ്. പിന്നെ കോസ്റ്റ് എഫക്റ്റീവ് ആണ്. ഗുളിക പോലെ മാനുഫാക്ചറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല, പൗഡറാണ്, ഡയറക്റ്റ്ലി ഉണ്ടാക്കി എടുക്കാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ നമുക്കത് പറ്റും. പക്ഷേ പൗഡേഴ്സ് അങ്ങനെ അധികം ഇല്ല, ലിമിറ്റഡ് ആണ് കേട്ടോ. സോ നെക്സ്റ്റ് ഇസ് അസസ് ടു യുണീക്ക് ഫോർമുലേഷൻ. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഫോർമുലേറ്റ് ചെയ്യാം. പൗഡർ ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ സിറപ്പ് ഉണ്ടാക്കാം. കാര്യം നമുക്ക് വെഹിക്കിൾ മാത്രം മതി. ക്യാപ്സുൾ ഉണ്ടാക്കാം. ടാബ്ലറ്റ് ഉണ്ടാക്കാം അല്ലേ. പക്ഷേ ഈ മാനുഫാക്ചേഴ്സ് അത് കോസ്റ്റ് ഭയങ്കര എഫക്റ്റീവും പേഷ്യൻറ്റിന് ബെനിഫിറ്റും ആയതുകൊണ്ടാണ് അവർ സത്യം പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്തത്. അവർക്ക് ലാഭവും ഇല്ല, അതുകൊണ്ടാണ് അവർ സ്റ്റോപ്പ് ചെയ്തതെന്നാണ് പല കണക്കുകളും കാര്യങ്ങളൊക്കെ പറയുന്നത്. സോ ഇതൊക്കെ നിങ്ങൾക്ക് ജനറലായിട്ട് എവിടെ വേണമെങ്കിലും എഴുതാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ ടൈം കൺസ്യൂമിങ് പ്രിപ്പറേഷനാണ് ഡിസഡ്വാൻറ്റേജ് പറയാൻ പോകുന്നത്. സോ അതായത് നമുക്കിപ്പം ചിലപ്പം ഇത് ഉണ്ടാക്കാൻ വേണ്ടി, ഒരു പൗഡർ ഉണ്ടാക്കാൻ വേണ്ടി, ഇപ്പോൾ എക്സാമ്പിൾ ചില സമയത്ത് സ്റ്റെറിലൈസ്ഡ് പൗഡർ ആക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ ചില സമയങ്ങളിൽ നമുക്ക് ഈ എക്സിപ്പിയൻസ് ഇൻകോപ്പറേറ്റ് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ ട്രെയിൻഡ് ആളായിരിക്കണം. കാര്യം ആഡ് ചെയ്യുന്ന എമൗണ്ടൊക്കെ കറക്റ്റ് ആയിരിക്കണമല്ലോ. അപ്പം ടൈം കൺസ്യൂമിങ് വെച്ചാൽ എല്ലാം ടൈം കൺസ്യൂം തന്നെയാണ്. ഇത് വെറുതെ ഒട്ടിലൊടുക്ക് ഡിസഡ്വാൻറ്റേജ് ആണ്. സോ ലിമിറ്റഡ് സ്യൂട്ടബിലിറ്റി ഫോർ സെർട്ടൻ ഡ്രഗ്. പിന്നെ എല്ലാ ഡ്രഗ് നമുക്ക് പൗഡർ ആക്കാൻ പറ്റില്ല, എല്ലാം പറ്റും തോന്നുന്നുണ്ടോ? ചിലപ്പം നമുക്ക് ടേസ്റ്റ് ഭയങ്കര കയ്പുള്ളതോ, അല്ലെങ്കിൽ ഹൈഗ്രോസ്കോപ്പിക് ആയതോ, അല്ലെങ്കിൽ പെട്ടെന്ന് അറ്റ്മോസ്ഫിയറുമായിട്ട് എക്സ്പോഷർ വന്നു കഴിഞ്ഞാൽ ഡീഗ്രേഡ് ആവുന്ന ഡ്രഗ്, അപ്പോൾ അങ്ങനെയുള്ള ഡ്രഗൊക്കെ ഉണ്ടെങ്കിൽ ലിമിറ്റഡ് സസ്റ്റൈനബിലിറ്റി ആണുള്ളത്. പിന്നെ ഡോസ് ആക്യുറൻസി കൺസേൺ ആണ്. ഞാൻ എപ്പോഴും പറഞ്ഞു എന്താണ്, ഡോസ് എടുക്കാൻ ചിലപ്പം ശരിയായിട്ട് വരണമെന്ന് ഇല്ല എന്നുള്ളതാണ്. ഇനി സ്റ്റോറേജ് ആൻഡ് സ്റ്റെബിലിറ്റി കൺസിഡറേഷൻ ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, മേ ബി ഹ്യൂമിഡിറ്റി, ടെമ്പറേച്ചർ, ലൈറ്റും ഒക്കെ ഒരു പ്രശ്നം. അത് എല്ലാ ഡ്രഗിനും അങ്ങനെ തന്നെയാണ്. സോ പൗഡറിന് ഇച്ചിരി കൂടുതലാണെന്നേ ഉള്ളൂ. കാര്യം അതൊന്നും പൗഡറായിട്ട് തന്നെ ഇരിക്കുന്നു, ഒന്നിലും ക്യാപ്സൂളിനകത്തോ അല്ലെങ്കിൽ ടാബ്ലറ്റായിട്ടോ പഞ്ചൊന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പുറത്തുള്ള വെട്ടവും പ്രകാശവും വെള്ളവും ഒക്കെ കൊള്ളാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് കേട്ടോ. സോ റെഗുലേറ്ററി ആൻഡ് ക്വാളിറ്റി അഷുറൻസ് റിക്വയർമെൻ്റ് ആണ്. നമുക്ക് പൗഡർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ എഫിക്കസി മെയിൻറ്റെയിൻ ചെയ്യണം. അത് പൗഡർ മാത്രമല്ല, ടാബ്ലറ്റും ക്യാപ്സുലും ഒക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ക്വാളിറ്റി റിക്വയർമെൻറ്റുകളും റെഗുലേറ്ററി, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ക്വാളിറ്റി QA QC ഒക്കെ അതിൻ്റെ കൺട്രോൾഡ് ആയിരിക്കണം, റെഗുലേറ്റഡ് ആയിരിക്കണം എന്ന് പറയുന്നത് നിർബന്ധമാണ്. സോ ഇതൊക്കെ ജനറലൈസ്ഡ് ആണ്, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. സോ ഇനി നമുക്ക് ടെക്നിക്കുകൾ നോക്കാം. അതായത് നമ്മൾ ഈ ഒരു പ്രോസസ്സ്, ഈ ഒരു പൗഡറൊക്കെ നമ്മൾ ഡിസ്പെൻസ് ചെയ്യുമ്പോഴും, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ബേസിക്കലി ഒരു പേഷ്യൻ്റ് വന്നു, നമ്മൾ പൗഡർ ചെയ്ത് മിക്സ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ കൊടുക്കുന്നതിന് ഒരുപാട് പ്രോസസ്സുകളുണ്ട്, അല്ലെങ്കിൽ ടെക്നിക്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ടെക്നിക്കാണ് ജിയോമെട്രിക് ഡൈല്യൂഷൻ. നിങ്ങൾ ഓൾറെഡി ലാബിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ നമുക്ക് ആവശ്യമുള്ളതനുസരിച്ച്, അല്ലെങ്കിൽ ഒരാൾക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു പരിപാടിയാണ് ജിയോമെട്രിക് ഡൈല്യൂഷൻ. ദ ടെക്നിക് ഈസ് യൂസ് ടു എൻഷുർ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് potent drug within the powder blend. It involves mixing the potent drug with an equal quantity of larger component and then repeatedly mixing with double the requirement of larger component. This process helps prevent localized concentration of the potent drug and ensure homogeneity throughout the blend. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ എൻ്റെ കയ്യിൽ 60 mg ആണുള്ളത്, പക്ഷേ എനിക്ക് എത്രയാണ് 1 mg മതി എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ത്രൂ ഔട്ട് യൂണിഫോംലി എനിക്ക് എന്താണ് 1
mg ആണ് എനിക്ക് വേണ്ടതെങ്കിൽ നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത് ചെറുതാക്കി 60 ഡിവൈഡ് ഡോസുകളാക്കി കൊണ്ടുവരികയോ അല്ലെങ്കിൽ 100 ഡിവൈഡ് ഡോസാക്കി കൊണ്ടുവരികയോ ചെയ്യുന്ന പരിപാടി. അത് നമുക്ക് ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ 10% ഒരു സൊല്യൂഷൻ ഉണ്ടെന്ന് വയ്ക്കുക. അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ ഉണ്ട്, ഒരു ഗ്ലാസ് വെള്ളമുണ്ട്, അതിൽ 10% ഷുഗർ ഉണ്ട്. പക്ഷേ എനിക്ക് ഇപ്പം ഇരിക്കുന്നതിൽ ആ ഒരു ഗ്ലാസ്സിനകത്ത് 2% ഷുഗർ മതി. അപ്പം ഞാൻ എന്ത് ചെയ്യും? ഞാൻ വെള്ളം ആഡ് ചെയ്യും അല്ലേ? വെള്ളം ആഡ് ചെയ്ത് ഡൈല്യൂട്ട് ചെയ്ത് കൊണ്ടുവരും. ആ ഒരു പരിപാടി തന്നെയാണ് ഇവിടെ നടക്കുന്നത് കേട്ടോ. സോ നെക്സ്റ്റ് ഇസ് വെയിങ് ആണ്. നമ്മൾ ആക്യുറേറ്റ്ലി വെയ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. പ്രിസൈസ് ബാലൻസ് അല്ലെങ്കിൽ നമ്മുടെ സ്കെയിൽ നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ വെയ് ചെയ്യണം. വെയിങ് എന്ന് പറയുന്നത് ഒരു ടെക്നിക്കിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ഇനി മിക്സിംഗ് ആണ്. നമുക്ക് മിക്സ് ചെയ്യുന്നത് യൂണിഫോം മിക്സിംഗ് ആയിരിക്കണം. സോ മിക്സിങ്ങിന് ഒരുപാട് മെഷീൻസ് ഉപയോഗിക്കാറുണ്ട്. ടംബ്ലർ അല്ലെങ്കിൽ മോട്ടാർ പെസൽ. നമ്മുടെ മറ്റേ ഈ നമ്മൾ വീട്ടിലെ അമ്മമാരും മുത്തശ്ശിമാരൊക്കെ പാക്കും വെറ്റിലൊക്കെ ഇടിക്കുന്നൊരു സംഭവമില്ല, നമ്മൾ ഇഞ്ചിക്കല്ലെന്നൊക്കെ പറയില്ലേ, ആ കല്ല് പോയാൽ ഉണ്ടാവുക മോട്ടർ ആൻഡ് പെസൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. പിന്നെ ട്രിച്ചറേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ടംബ്ലിങ് ചെയ്യാം. സോ മിക്സേഴ്സ് ഉണ്ട്, ഒരുപാട് മിക്സേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ മിക്സർ വഴി നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റും. പിന്നെ ഷിഫ്റ്റിംഗ് ആണ്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം ഷിഫ്റ്റിംഗ് ഓർ ഷിഫ്റ്റിംഗ് അല്ലെങ്കിൽ സീവിങ് എന്നാ പറയാം. സോ ഷിഫ്റ്റിംഗ് അല്ലെങ്കിൽ സീവിങ് ചെയ്യുന്നത് നമ്മൾ ഈ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ കട്ട കെട്ടാറുണ്ട്. അപ്പോൾ ഈ കട്ടയൊക്കെ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ആവാനും അത് പൊട്ടിക്കാനും അല്ലെങ്കിൽ ഈക്വലി ബ്ലെൻഡ് ആവാനും ഒക്കെ വേണ്ടി ചെയ്യുന്നതാണ് നമ്മൾ ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ ബേസിക്കലി ഇത് ക്യാപ്സൂൾ ഫില്ലിങ്ങിനോ അല്ലെങ്കിൽ ടാബ്ലറ്റ് ഫില്ലിങ്ങിനോ ആയിരിക്കും നമ്മൾ ഈ ഷിഫ്റ്റിംഗ് നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ഇസ് ഹാൻഡ്ലിങ് ഹൈഗ്രോസ്കോപ്പിക് സബ്സ്റ്റൻസ് ആണ്. സോ എപ്പോഴും ഹൈഗ്രോസ്കോപ്പിക് സബ്സ്റ്റൻസ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് അല്ലെങ്കിൽ എൻവോയിൽ നിന്ന് നമ്മുടെ മോയ്സ്ചർ എടുക്കാനുള്ള ഒരു ടെൻഡൻസി എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ ചുമ്മാ ഒന്ന് പുറത്ത് വെച്ചാൽ മതി, ഉടനെ പുറത്തുള്ള മോയ്സ്ചറൊക്കെ അബ്സോർബ് ചെയ്ത് ഉടനെ കട്ട കിട്ടും. അപ്പോൾ ഇതൊരു ഫിസിക്കൽ പ്രോപ്പർട്ടീനെ ബാധിക്കുന്നൊരു കാര്യമാണ് അല്ലെങ്കിൽ സ്റ്റെബിലിറ്റിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ടൈറ്റ് ആയിട്ടുള്ള സീൽഡ് കണ്ടെയ്നറിൽ വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഹ്യൂമിഡിറ്റി കൺട്രോൾഡ് എൻവോയിൻമെൻറ്റിൻ്റെയും അത്യാവശ്യമുണ്ട് എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് വൺ സ്റ്റോറേജ് കൺസിഡറേഷൻ ആണ്. ഞാൻ ഓൾറെഡി എല്ലാം പറഞ്ഞതുപോലെ ഹ്യൂമിഡിറ്റി, ലൈറ്റ്, ടെമ്പറേച്ചർ ഇതൊക്കെ നമ്മളെ ബാധിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ തുടക്കം മുതൽ അവസാനം വരെ നമ്മളിത് ചെക്ക് ചെയ്യണം. ഇത് ഓക്കെ ആണോ നോക്കണം. നമ്മുടെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റിനെ ഇത് ബാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കണം. അപ്പം ഇങ്ങനെയുള്ള കുറേ ടെക്നിക്സുകൾ നമ്മൾ യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു എന്നുള്ളതാണ് കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് മോണോഫേസിക് ലിക്വിഡ് ഡോസേജ് ഫോം ആണ്. സൊല്യൂഷൻസിനെ പറ്റി പറയുവാണ്. എന്താ സൊല്യൂഷൻസ്? Liquid dosage form, particularly solutions, are pharmaceutical preparation consist of a mixture of drug substance and excipient dissolved in suitable solvent or solvent mixture. ഒരു സോൾവെൻറ്റിലോ അല്ലെങ്കിൽ ഒരു സോൾവെൻറ്റ് മിക്സ്ചറിലോ നമ്മൾ ഡ്രഗ് സബ്സ്റ്റൻസിനെ മിക്സ് ചെയ്ത പരിപാടിയാണ് ലിക്വിഡ് ഡോസേജ് ഫോം അല്ലെങ്കിൽ മോണോഫേസിക് ലിക്വിഡ് ഡോസേജ് ഫോം എന്ന് പറയാം. സോ അഡ്വാൻറ്റേജ് നമുക്കറിയാം എന്താണ്. ടാബ്ലറ്റ് പോലെ വിഴുങ്ങേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഇത് ആർക്ക് വേണമെങ്കിലും കുടിക്കുക എന്നുള്ളതാണ്. ഭയങ്കര നല്ല കളറിലാണ്, അല്ലെങ്കിൽ ഓറഞ്ചും പച്ചയും കളറിലാണ് ഉണ്ടാകും, നല്ല ഭംഗിയാണ്, മധുരം ഉണ്ടാകും. സോ ബിറ്റർ ആയിട്ടുള്ളതിനെ പോലെ നമുക്ക് കുറച്ച് മധുരമൊക്കെ ചേർത്ത് കളറൊക്കെ ചേർത്ത് നമുക്ക് കഴിക്കാൻ പറ്റും. പിന്നെ പെട്ടെന്ന് ബോഡിയിൽ അബ്സോർബ് ആവും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മോയ്സ്ചറിലേക്ക് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മോയ്സ്ചർ അബ്സോർബ് ചെയ്യുന്നു, അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല. പിന്നെ അതുമാത്രമല്ല, പിന്നെ നമുക്ക് പല ഫോമുകളിലേക്ക് മാറ്റാൻ എളുപ്പമാണ്, ഭയങ്കരമായിട്ട് എളുപ്പമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ കുറേ അഡ്വാൻറ്റേജ് നമുക്ക് ഇതിനുണ്ട് എന്നുള്ളതാണ്. ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. കെമിക്കൽ ഡീഗ്രഡേഷൻ നടക്കാം. അതായത് നമ്മളിപ്പോൾ 2-3 ഡ്രഗൊക്കെ ചേർക്കുമല്ലേ, അപ്പോൾ ഡ്രഗുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും റിയാക്ഷൻസ് ഉണ്ടാകാം. അതുമാത്രമല്ല ബൾക്കിയർ ആകും. അല്ലെ ടാബ്ലറ്റ് ആണെങ്കിൽ ഒരു ഗുളി കഴിച്ചാൽ മതി, സിറപ്പാണെങ്കിലോ 5-6 ml അല്ലെങ്കിൽ ഈവൻ 10-15 ml കുടിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് വലുതാകുമ്പോൾ നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനൊക്കെ ഭയങ്കര പാടാണ്, കുപ്പിയൊക്കെ പൊട്ടിപ്പോവാം. പിന്നെ അതുമാത്രമല്ല ഷെൽഫ് ലൈഫ് എപ്പോഴും കുറവാണ് സിറപ്സിന് അല്ലെങ്കിൽ സൊല്യൂഷൻസിനൊക്കെ. പിന്നെ അതുമാത്രമല്ല മൈക്രോബിൽ ഗ്രോത്ത് ഉണ്ടാകും. ഷുഗറൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നില്ല, അപ്പം മൈക്രോ ഓർഗാനിസംസ് ഒക്കെ അല്ലെങ്കിൽ മൈക്രോബിൽ ഗ്രോത്ത് ഉണ്ടാവാനും ഒക്കെ ഭയങ്കര കൂടിയ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ എക്സ്ട്രാ നമുക്ക് എക്സിപ്പിയൻസ് ഒക്കെ നമുക്ക് ആഡ് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ്. പിന്നെ ലിക്വിഡ് ഡോസേജ് ഫോം ലൈക്ക് വാക്സിൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ കണ്ടീഷൻ വേണം. നമുക്ക് നോർമലി കൊണ്ടെവിടെയെങ്കിലും വെക്കാൻ പറ്റില്ലല്ലോ, നമുക്ക് റെഫ്രിജറേറ്റ് കണ്ടീഷനൊക്കെ വേണം അല്ലേ. സോ അതുമാത്രമല്ല നമുക്ക് ചില സമയത്ത് എല്ലാ ഡ്രഗും നമുക്ക് സിറപ്പാക്കാം അല്ലെങ്കിൽ ഒരു ലിക്വിഡോ അല്ലെങ്കിൽ സൊല്യൂഷനോ ആക്കാൻ പറ്റിയെന്ന് വരില്ല.
കാര്യം സ്മെല്ലുണ്ടാകാം, സ്മെല്ല് എപ്പോഴും മാസ്ക് ആകണമെന്നില്ല. പിന്നെ അത് മാത്രമല്ല ഡോസിൽ ചെറിയ മാറ്റങ്ങൾ വരാം, പ്രോപ്പർലി എടുക്കുന്നത് ഈക്വൽ ആകണമെന്നില്ല. പിന്നെ ചിലതൊക്കെ നമ്മൾ എടുക്കും മുന്നേ ഷെയ്ക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ളത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ മേ ബി വരണം എന്നില്ല, അല്ലെങ്കിൽ പേഷ്യൻസ് എടുക്കുമ്പോൾ തെറ്റാം എന്നുള്ള ഒരു ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. സോ ഇത് ക്ലാസിഫിക്കേഷനാണ്. ഇൻറ്റേർണൽ ആണെങ്കിൽ സിറപ്പ്, എലിക്സർ, സിമ്പിൾ മിക്സ്ചർ, ഡ്രോട്ട്, പീഡിയാട്രിക് ഡ്രോപ്പ്, ലിങ്ടസ് ആണ്. ഈ ക്ലാസിഫിക്കേഷൻ പഠിക്കണം. എക്സ്റ്റേണൽ ആണെങ്കിൽ ഇൻറ്റേർണൽ ആണ് പറഞ്ഞാൽ ഉള്ളിലേക്ക് എടുക്കും, നമ്മൾ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലേക്ക് എടുക്കുന്ന കാര്യമാണ് എക്സാമ്പിൾ പറഞ്ഞത്. സോ നെക്സ്റ്റ് വൺ ഇസ് എക്സ്റ്റേണൽ, പുറത്തേക്കാണ്. അതിലേക്ക് ട്രോപ്പിക്കൽ യൂസ് ഉണ്ട്, ലിനമെൻറ്റ്, ലോഷൻ, കൊളോയിഡ്സ് ആണ്. ഇനി ഓറൽ കാവിറ്റി, വായ്ക്കുള്ളിലാണെങ്കിൽ ഗാർഗിൾ, മൗത്ത് വാഷ്, ത്രോട്ട് പെയിൻറ്റ്, മൗത്ത് സ്പ്രേ, ത്രോട്ട് സ്പ്രേ, ഇത് നമ്മൾ ഉള്ളിലേക്ക് വിഴുങ്ങില്ല കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഇസ് ഇൻസ്റ്റിൽഡ് ഇൻ ടു ബോഡി കാവിറ്റി, നമ്മുടെ ബോഡി കാവിറ്റിയിൽ വെക്കുന്നതാണ്. ഇപ്പോൾ വൂണ്ടിലൊക്കെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഡൗച്ചസ്, എനിമ, ഇറിറ്റേഷൻ സൊല്യൂഷൻ, ഇയർ ഡ്രോപ്സ്, നേസൽ ഡ്രോപ്പ്, നേസൽ സ്പ്രേ, നമ്മുടെ നോസ് കാവിറ്റി, ഇയർ കാവിറ്റി, ഐ കാവിറ്റിയിലൊക്കെ വെക്കുകയാണ് നോർമലി. ബോഡി കാവിറ്റി അല്ലെങ്കിൽ വൂണ്ടിലൊക്കെ വെക്കുന്നതാണ് ബോഡി കാവിറ്റിയിൽ വെക്കുന്നത്. സോ ഇത് ബേസ്ഡ് അപ്പോൺ ദി എന്താണ് ഏതൊക്കെ ഏരിയയിലാണ് യൂസ്, അല്ലെങ്കിൽ ബേസിക് ഓൺ യൂസ് അനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷൻ ആണ് കേട്ടോ. ഇത് പഠിക്കണം. സോ നെക്സ്റ്റ് ഇസ് പാരൻട്രലാണ്, ശ്രദ്ധിക്കണം, സ്റ്റെറൈൽ ഡോസേജ് ഫോമാണ്. ഇവിടെ മൈക്രോ ഓർഗാനിസം ഒന്നും വളരാനായിട്ട് പാടില്ല. സോ ബേസിക്കലി നമ്മൾ ഒരു ഫോമുലേഷൻ ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ സോലുബിലിറ്റി, കോസോൾവൻസി, pH, സർഫാക്റ്റൻസ്, കോംപ്ലക്സേഷൻ, ഹൈഡ്രോട്രോഫി, കെമിക്കൽ മോഡിഫിക്കേഷൻ ഓഫ് ഡ്രഗിൻ്റെ ഫാക്ടേഴ്സ് നോക്കും. സോ ബേസിക്കലി വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, വേണമെങ്കിൽ പാരലൽ പ്രിപ്പറേഷൻ ഉണ്ടാക്കുമ്പോൾ എന്ത് കൺസിഡറേഷൻസ് ആണ് നമുക്ക് നോക്കേണ്ടത് എന്ന് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ ഉത്തരം എഴുതേണ്ടതിൻ്റെ ഉത്തരമാണ് ഞാൻ പറഞ്ഞുതരാൻ പോണത് കേട്ടോ. സോ എന്താ കോസോൾവൻസി? കോസോൾവൻ്റ് എന്ന് വെച്ചാൽ എത്തനോള്, സോർബിറ്റോള്, ഗ്ലിസറീൻ, പ്രൊപ്പനിൽ ഗ്ലൈക്കോള്, PEG ഒക്കെ നമ്മുടെ സോലുബിലിറ്റി കൂട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ ഡ്രഗിൻ്റെ സോലുബിലിറ്റി കൂട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുമായിരിക്കും ചെയ്യേണ്ടാവുക. സോ അതിനെയാണ് നമ്മൾ കോസോൾവൻസി അല്ലെങ്കിൽ കോസോൾവൻ്റ് എന്ന് നമ്മൾ പറയാം കേട്ടോ. സോ നെക്സ്റ്റ് ഇസ് pH അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ബോഡീൻ്റെ pHുമായിട്ട് മെയിൻറ്റൈൻഡ് ആയിരിക്കണം, അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സിൻ്റെ pHുമായിട്ട് മെയിൻറ്റൈൻഡ് ആയിരിക്കണം. സോ pH മെയിൻറ്റെയിൻ ആവാൻ വേണ്ടി ഒരു ബഫർ സിസ്റ്റം ലൈക്ക് അമോണിയ ക്ലോറൈഡ്, ഡൈ ഇഥനോൽ അമൈൻ കാർബോണിക് ആസിഡ്, ഫോസ്ഫേറ്റ് ബഫർ, ഗ്ലൂട്ടാമിക് ആസിഡ്, ടാറ്റാറിക് ആസിഡ്, സിട്രിക് ആസിഡ് ബഫർ, അസറ്റിക് ആസിഡ് ബഫറൊക്കെ നമുക്ക് ഉപയോഗിക്കാം. നിങ്ങൾ ഏറ്റവും കൂടുതൽ എക്സാമ്പിൾ പഠിച്ചു വയ്ക്കുക, കാര്യം എക്സാമ്പിൾ എഴുതുവാണെങ്കിൽ മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റും. സോ നെക്സ്റ്റ് വൺ ഈസ് സോലുബിലൈസേഷൻ അല്ലെങ്കിൽ സർഫാക്റ്റൻസ് ആണ്. സോ സർഫാക്റ്റൻസ് എന്ന് വെച്ചാൽ സർഫസ് ആക്റ്റീവ് ഏജൻസിനെയാണ് നമ്മൾ സർഫാക്റ്റൻസ് എന്ന് പറയുക. സോ വിത്ത് പോളാർ ആൻഡ് നോൺ പോളാർ പോർഷൻ, അതായത് ഹൈഡ്രോഫിലിക്കും ഒരു ഹൈഡ്രോഫോബിക് പോർഷനും ഉണ്ട്. എന്താണ്? ഒരു ഹൈഡ്രോഫിലിക്കും ഹൈഡ്രോഫോബിക് പോർഷനും ഉണ്ട്. സോ അറ്റ് ലോ കോൺസെൻട്രേഷൻ സർഫാക്റ്റൻ ഓറിയൻ അറ്റ് എയർ ലിക്വിഡ് ഇൻ്റർഫേസ്. സോ ലോവർ കോൺസെൻട്രേഷൻ ആണെങ്കിൽ സർഫാക്റ്റൻസ് എന്തായിരിക്കും? എയർ ലിക്വിഡ് ഇൻ്റർഫേസിലായിരിക്കും ഉണ്ടാവുക. ഇനി ഹയർ കോൺസെൻട്രേഷൻ ആണെങ്കിൽ സർഫാക്റ്റൻ മോളിക്യൂൾ ഫ്രം ഓറിയനഡ് അഗ്രിഗേഷൻ ഓർ മിസെല്ലെ, ഒന്നെങ്കിൽ മിസെല്ലെ ഫോം ചെയ്യുകയോ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു അഗ്രിഗേറ്റായി നിൽക്കുകയാണ് ചെയ്യുക ഹയർ കോൺസെൻട്രേഷനിൽ. മറന്നു പോകരുത്. മിസെല്ലെ എൻഹാൻസ് വാട്ടർ സോലുബിലിറ്റി ഓഫ് ദ സൊല്യൂട്ട്. സോ മിസെല്ലെ ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വാട്ടർ സോലുബിലിറ്റി എന്ത് ചെയ്യുന്നു? കൂട്ടുവാണ് ചെയ്യുക. സൊല്യൂട്ടിൻ്റെ വാട്ടർ സോലുബിലിറ്റി കൂട്ടുവാണ് ചെയ്യുക. എക്സാമ്പിൾസ് പറയുവാണെങ്കിൽ ട്യൂന്, സ്പാന്, SLS ഒക്കെയാണ് എക്സാമ്പിൾസ് വരുന്നത്. അപ്പോൾ ഒന്നും കൂടെ പറയാം, സോലുബിലൈസേഷൻ അല്ലെങ്കിൽ സർഫാക്റ്റൻസ് ഞാൻ പറഞ്ഞു, സർഫസ് ആക്റ്റീവ് ഏജൻറ്റിനെയാണ് നമ്മൾ സർഫാക്റ്റൻസ് പറയുക. ഒരു പോളാറും അല്ലെങ്കിൽ ഒരു നോൺ പോളാർ പോർഷൻ ഉണ്ടാകും, ഹൈഡ്രോഫിലിക്കും ഹൈഡ്രോഫോബിക്കും ഉണ്ടായിരിക്കും. ലോവർ കോൺസെൻട്രേഷൻ ആണെങ്കിൽ എയർ ലിക്വിഡ് ഇൻ്റർഫേസും, ഹയർ കോൺസെൻട്രേഷൻ ആണെങ്കിൽ മിസെല്ലെ ഫോം ചെയ്യും. മിസെല്ലെ ഉണ്ടെങ്കിൽ വാട്ടർ സോലുബിലിറ്റി ഓഫ് ദി സൊല്യൂട്ട് എൻഹാൻസ് ചെയ്യും. എക്സാമ്പിൾ ട്യൂന്, സ്പാന്, SLS ആണ്. പിന്നെ pH അഡ്ജസ്റ്റ്മെൻറ്റ് പറഞ്ഞു, ബഫറാണ് യൂസ് ചെയ്യുന്നത്. കോസോൾവൻ്റ്, എത്തനോള്, സോർബിറ്റോള്, ഗ്ലിസറീൻ, പ്രൊപ്പൈൽ ഗ്ലൈക്കോള്, PEG ഒക്കെയാണ് എക്സാമ്പിൾസ് വരുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ടു സോലുബിലൈസ് ഓയിൽ സോലുബിൾ ഡ്രഗ്. അതായത് ചില ഡ്രഗുകൾ വാട്ടറിൽ സോലുബിലൈസ് ആവില്ല, എങ്ങനെ നോക്കിയാലും ഓയിലിൽ മാത്രമേ സോലുബിലൈസ് ആവുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ടെക്നിക്കുകൾ അല്ലെങ്കിൽ എന്താണ് ഓയിൽ സോലുബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഓയിലിൽ സോലുബിൾ ആവുന്ന ടെക്നിക്കുകളാണ് ഫസ്റ്റ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഇസ്
ക്രെസോൾ വിത്ത് സോപ്പ് സൊല്യൂഷൻ, അതൊരു ടെക്നിക്കാണ്, നിങ്ങൾ ക്രെസോൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. സോ രണ്ടാമത് സോലുബിലൈസേഷൻ ഓഫ് ഓയിൽ സോലുബിൾ വൈറ്റമിൻ ലൈക്ക് ADEK. അത് ADEK ഒക്കെ എന്താണ്, ഓയിൽ സോലുബിൾ വൈറ്റമിൻസ് ആണ് അല്ലേ, അല്ലെങ്കിൽ ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് ആണ്. ഇതിനെ സോലുബിലൈസ് ചെയ്യിപ്പിക്കുക. ഈ രണ്ട് പരിപാടി എന്താണ്, ഈ സോലുബിലൈസ് ഓയിൽ സോലുബിൾ ഡ്രഗിൻ്റെ അണ്ടറിൽ വരുന്ന രണ്ട് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, സോ ഇനി കോംപ്ലക്സേഷനാണ് പറയാൻ പോകുന്നത്. കോംപ്ലക്സേഷൻ പറയുമ്പോൾ ഞാൻ സിമ്പിൾ ഒരു ടെക്നിക്ക് പറഞ്ഞുതരാം. ഈ ഒരു സാധനം വാട്ടറിൽ ഇൻസോലുബിൾ ആണെന്ന് വെച്ചോളൂ. അപ്പോൾ ഇതിൻ്റെ പുറത്ത് ഞാനൊരു വാട്ടർ സോലുബിൾ ആയിട്ടുള്ള ഒരു സാധനം കൊണ്ട് പൊതിയുവാണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു, ബോഡി നോക്കുമ്പം ഇത് സോലുബിൾ ആണല്ലേ, സിമ്പിളായിട്ട് എന്ത് ചെയ്യുന്നു, ബോഡി കൂടെ പാസ്സായി പോകും. നമുക്ക് അതാണല്ലോ മെയിനായിട്ട് വേണ്ടത്, ബോഡിയിൽ പാസ്സായി പോകണമല്ലോ. അപ്പോൾ നമ്മൾ ഫേക്ക് ചെയ്യുവാണ് ചെയ്യുന്നത് കേട്ടോ. ഫേക്കിംഗ് അല്ല, ബട്ട് സ്റ്റിൽ അതുമായിട്ട് ബന്ധം വരുന്നു എന്നുള്ളതാണ്. ഈ എൻസൈമിൻ്റെയൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ല, കീലോഗ് മെത്തേഡ് പഠിച്ചിട്ടില്ല, എൻസൈം വന്നിരിക്കുന്നു അത് കൊണ്ടുപോകുന്നു, അങ്ങനെ ആ ഒരു ടൈപ്പ് ഓഫ് മെത്തേഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ ഇവിടെ കണ്ടോ, സർഫാക്റ്റിൻ്റെ ഹൈഡ്രോഫിലിക് പാർട്ടും ഹൈഡ്രോഫോബിക് പാർട്ടും ഈ പടമൊക്കെ വരച്ച് വയ്ക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് മാർക്ക് ഒരുപാട് കിട്ടും. സോ കോംപ്ലക്സേഷൻ ഇനി പറഞ്ഞുതരാം. സോലുബിലിറ്റി ഈസ് ഇൻക്രീസ്ഡ് ബൈ കോംപ്ലക്സിങ് വിത്ത് എ കോംപ്ലക്സിങ് ഏജൻറ്റ്. ഒരു കോംപ്ലക്സിങ് ഏജൻറ്റ് ആഡ് ചെയ്തുകൊണ്ട് നമ്മൾ സോലുബിലിറ്റി കൂട്ടുന്ന പരിപാടിയാണ്. അതായത് ഇൻസോലുബിൾ കോമ്പൗണ്ട്, ഞാൻ പറയാം, ഇൻസോലുബിൾ കോമ്പൗണ്ടും ഒരു കോംപ്ലക്സിങ് ഏജൻറ്റും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ ഒരു കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. ഈ കോംപ്ലക്സ് എന്തായിരിക്കും, വാട്ടർ സോലുബിൾ ആയിരിക്കും. സിമ്പിളായില്ലേ, മനസ്സിലായില്ലേ? ഇനി ഈ ഒരു കോംപ്ലക്സേഷൻ കൊണ്ട് ചെയ്യുന്ന ടെക്നിക്കാണ് പറയാൻ പോകുന്നത്. അക്വസ് അയഡിൻ സൊല്യൂഷൻ ലൈക്ക് അയഡിൻ പ്ലസ് KI, പോളി അയഡൈഡ് കോംപ്ലക്സ്. ഏതാണ് പോളി അയഡ് കോംപ്ലക്സ്? നിങ്ങൾ ലാബിൽ ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ പോളി അയഡ് കോംപ്ലക്സ് എന്താണ്, ഒരു നല്ല ഗുഡ് വാട്ടർ സോലുബിൾ ആണ്. മനസ്സിലായില്ലേ, ഒരു ഗുഡ് വാട്ടർ സോലുബിൾ ആണ്. ഈ എക്സാമ്പിൾസ് പഠിച്ചാൽ നിങ്ങൾക്ക് എക്സാം വെച്ചുകൂടെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ നോക്കി വെക്കാം. സോ ഇനി നെക്സ്റ്റ് വരാൻ വന്നത് ഹിഡോട്രോഫിയാണ് അല്ലെങ്കിൽ ഹൈഡ്രോട്രോഫിയാണ് കേട്ടോ. സോ ഹൈഡ്രോട്രോഫി എന്ന് വെച്ചാൽ നമ്മൾ അഡിക്റ്റീവ്സ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ സോലുബിലിറ്റി കൂടുകയാണ് ചെയ്യുക. ഒരുപാട് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കും തോറും അതിൻ്റെ സോലുബിലിറ്റി കൂടിക്കൊണ്ടിരിക്കും. അതായത് ഇൻക്രീസ് ഇൻ സോലുബിലിറ്റി ഓഫ് എ ഡ്രഗ് ഇൻ വാട്ടർ ഇൻ ദ പ്രസൻസ് ഓഫ് ലാർജ് എമൗണ്ട് ഓഫ് അഡിക്റ്റീവ്സ്. ഇനി വീക്ക് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ ഹൈഡ്രോട്രോഫിക് ഏജൻറ്റ് ആൻഡ് ദ സൊല്യൂട്ട്. അപ്പോൾ എന്ത് സംഭവിക്കുക, ഈ സൊല്യൂട്ടും ഹൈഡ്രോട്രോഫിക് ഏജൻറ്റും തമ്മിൽ ഒരു വീക്ക് ഇൻട്രാക്ഷൻ ഫോം ആവുകയും അതെന്ത് ചെയ്യുന്നു, സോലുബിലിറ്റി കൂടുതലായിട്ട് കാണിക്കുവാണ് ചെയ്യേണ്ടാവുക. എക്സാമ്പിൾ ഹൈഡ്രോട്രോഫിക് ഏജൻറ്റിന് എക്സാമ്പിളാണ് സോഡിയം ബെൻസോയേറ്റ്, യൂറിയ, സോഡിയം അസറ്റേറ്റ്, PVP, സോഡിയം സാലിസിലേറ്റ് ഒക്കെ കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് പ്രിപ്പറേഷൻ മെയ്ഡ് ബൈ ദിസ് ടെക്നിക്. ഈ ഹൈഡ്രോട്രോഫി വെച്ചിട്ട് ചെയ്യുന്ന ടെക്നിക്കുകളാണ് പറയാൻ പോകുന്നത്. ഒന്ന് കഫീനിൽ നമ്മൾ സോഡിയം ബെൻസോയേറ്റ് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ സോലുബിലിറ്റി കൂടുകയാണ് ചെയ്യുക. അടുത്തത് ഇൻക്രീസ് ഇൻ സോലുബിലിറ്റി ഓഫ് തിയോഫിലിൻ ബൈ ആഡിയും സോഡിയം സാലിസിലേറ്റ്. അതായത് തിയോഫിൽ എന്ന് വെച്ചാൽ ഒരു ചുമയൊക്കെ വരാതിരിക്കാൻ ഉപയോഗിക്കുന്ന ഡ്രഗാണ്. അതിലേക്ക് നമ്മൾ സോഡിയം സാലിസിലേറ്റ് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെയും സോലുബിലിറ്റി കൂടുമെന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ഹൈഡ്രോട്രോഫിയാണ്. അഡിക്റ്റീവ്സ് ആഡ് ചെയ്യുമ്പോൾ സോലുബിലിറ്റി കൂടുന്ന ടെക്നിക്കാണ്, മറന്നു പോവില്ലേ. കഫീനും തിയോഫിലിനുമാണ് എക്സാമ്പിൾ. ഇനി കെമിക്കൽ മോഡിഫിക്കേഷനാണ്. ഡ്രഗിൻ്റെ മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ ഡ്രഗിൻ്റെ കെമിക്കൽ മോഡിഫിക്കേഷൻ നടത്തുവാണെങ്കിൽ സോലുബിലിറ്റി കൂട്ടാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പോൾ മോഡിഫൈങ് ദം ഇൻറ്റു ദെയർ വാട്ടർ സോലുബിൾ ഡെറിവേറ്റീവ്. അതായത് ഇപ്പോൾ ബേസിക്കലി വാട്ടർ ഇൻസോലുബിൾ ആയത് അല്ലെങ്കിൽ വാട്ടറിൽ സോലുബിളൈസ് ആവാത്തൊരു സാധനമാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ കെമിക്കൽ മോഡിഫിക്കേഷൻ ചെയ്തുകൊണ്ട് അതിനെ വാട്ടർ സോലുബിൾ ആക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിൻ്റെ സോൾട്ട് ഫോം ആക്കി മാറ്റുന്നു. ഒന്നെങ്കിൽ അതിൻ്റെ സോൾട്ട് ഫോം ആക്കുകയോ അല്ലെങ്കിൽ അത് വാട്ടർ സോലുബിൾ ഡെറിവേറ്റ് ആക്കി മാറ്റുകയോ ചെയ്യുവാണ് ചെയ്യുക. എക്സാമ്പിൾ ഡൈസോഡിയം ഫോസ്ഫേറ്റ് എസ്റ്ററേസ് ഓഫ് ബെറ്റാമെത്തസോൺ. സോ ബെറ്റാമെത്തസോൺ ആണ് എക്സാമ്പിൾ പറഞ്ഞിട്ടോ. ഡൈസോഡിയം ഫോസ്ഫേറ്റ് എസ്റ്റർ ഓഫ് ബെറ്റാമെത്തസോൺ. ഒന്നും കൂടെ പറയാം, ഒന്നെങ്കിൽ കെമിക്കൽ മോഡിഫിക്കേഷൻ വഴി വാട്ടർ സോലുബിൾ ഡെറിവേറ്റീവ്സ് ആക്കുകയോ അല്ലെങ്കിൽ സോൾട്ട് ഫോമിലേക്ക് മാറ്റുകയോ ആണ് ചെയ്യുക. അപ്പോൾ സോലുബിലിറ്റി എന്തായിരിക്കും, ഒരു 1000 കണക്ക് അധികമായിട്ട് കാണിക്കും. നോർമലി ഉള്ള ബെറ്റാമെത്തസോണിനേക്കാളും കൂടുതലായിട്ട് എൻ്റെ സോലുബിലിറ്റി അത് കാണിക്കുമെന്നുള്ളതാണ്. മനസ്സിലായില്ലേ? സിമ്പിളല്ലേ? ഭയങ്കര സിമ്പിളാണ്. ഈ നോട്ട് വായിക്കുമ്പോൾ നിങ്ങൾ കടൽ പോലെ ഉണ്ടാവും. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കി പോലെ ഐഡിയ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവും. ഈ ഐഡിയ വെച്ച് നോട്ട് വായിക്കുക, അടിപൊളിയായിട്ട് മനസ്സിലാവും കേട്ടോ. സോ ഇനി നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് എക്സിപ്പിയൻസ് ആണ്. ഒരു ലിക്വിഡ് ഡോസേജ് ഫോമിൽ ഉപയോഗിക്കുന്ന എക്സിപ്പിയൻസ്. സോ ദ ഫസ്റ്റ് വൺ ഈസ് ഡ്രഗ് ആണ്. ഡ്രഗ് നമുക്കറിയാം, തെറാപ്യൂട്ടിക്കലി ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ്. അതാണ് നമുക്ക് എന്ത് കിട്ടുക, ആക്ഷൻ തരുന്ന സാധനം അല്ലേ. സെക്കൻഡ് വൺ ഈസ് വെഹിക്കിൾ അല്ലെങ്കിൽ സോൾവെൻറ്റ്. സോ വെഹിക്കിൾ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ അക്വസ് ആയിരിക്കാം അല്ലെങ്കിൽ നോൺ അക്വസ് ആയിരിക്കാം.
ഇപ്പം എക്സാമ്പിൾ പറയുവാണെങ്കിൽ വാട്ടർ, ആൽക്കഹോള്, ഹൈഡ്രോ ആൽക്കഹോളിക് മിക്സ്ചർ, പ്രൊപ്പൈൽ ഗ്ലിസറോള്, ഗ്ലിസറീൻ, ഓയിൽ ഒക്കെ അതുകൊണ്ട് അക്വസും ആയിരിക്കാം നോൺ അക്വസും ആയിരിക്കാം. നെക്സ്റ്റ് വൺ ഈസ് വിസ്കോസിറ്റി എൻഹാൻസർ. വിസ്കോസിറ്റി കൂട്ടാൻ വേണ്ടി സഹായിക്കുന്ന സാധനമാണ് വിസ്കോസിറ്റി എൻഹാൻസർ. എക്സാമ്പിൾ മീഥൈൽ സെല്ലോസ്, SCMC, HPC, HPMC. ഇതിൻ്റെ ഒക്കെ നിങ്ങൾ ഫർദർ അങ്ങോട്ട് സെമ്മുകൾ മാറുന്നതോറും പഠിക്കൂട്ടാ. നെക്സ്റ്റ് വൺ ഈസ് ബഫറാണ്, pH മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അല്ലേ. അധികമായി എത്ര ആസിഡ് ആവത്തൂല ബേസ് ആവില്ല, നമുക്ക് ഏതാണോ pH അതായിട്ട് തന്നെ നിൽക്കുകയാണ് ചെയ്യുക. സോ സിട്രേറ്റ് ബഫർ, അസിറ്റേറ്റ് ബഫർ, ഫോസ്ഫേറ്റ് ബഫർ ആണ്. നെക്സ്റ്റ് വൺ ഈസ് സ്റ്റെബിലൈസേഴ്സ് ആണ്. ഇപ്പോൾ എക്സാമ്പിൾ ഓക്സിഡേഷൻ നടക്കാതിരിക്കാനും മൈക്രോബിയൽ കണ്ടാമിനേഷൻ ഉണ്ടാകാതിരിക്കാനും ഒക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുവാണ് ചെയ്യുക. പ്രിസർവേഷന് വേണ്ടി അല്ലെങ്കിൽ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി കാണിക്കാൻ വേണ്ടിയൊക്കെയാണ് മീഥൈൽ പാരബിൻ, പ്രൊപ്പൈൽ പാരബിൻ, ബെൻസോയിക് ആസിഡ്, ആൻറ്റി ഓക്സിഡൻറ്റ്, പിന്നെ അസ്കോബിക് ആസിഡ്, ടോക്കോഫെറോൾ, BHA, BHT ആണ്. സോ ബേസിക്കലി എക്സിപ്പിയൻസ് ഇൻ എ ഫോർമുലേഷൻ അല്ലെങ്കിൽ ലിക്വിഡ് ഫോർമുലേഷൻ എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ 5 മാർക്കിനൊക്കെ ചോദിക്കാം കേട്ടോ. അപ്പോൾ ഡ്രഗ്, വെഹിക്കിള്, പിന്നെ വിസ്കോസിറ്റി എൻഹാൻസർ, ബഫർ, സ്റ്റെബിലൈസർ ഒക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മെയിൻ ടോപ്പിക്ക് പഠിക്കുക, എക്സാമ്പിൾ പഠിക്കുക. ഞാൻ പറഞ്ഞു ഇത് പഠിച്ചിട്ട് നോട്ട് വായിക്കുവാണെങ്കിൽ ഭയങ്കര സിമ്പിളായിരിക്കും, നിങ്ങൾക്ക് ഭയങ്കര എളുപ്പമായിട്ട് തോന്നും. സോ നെക്സ്റ്റ് വൺ ഈസ് ഓർഗാനോ ലെപ്റ്റിക് അഡിക്റ്റീവ്സ് ആണ്. ടേസ്റ്റ് കൂട്ടുക, കളർ കൂട്ടുക, മണം ഉണ്ടാക്കുക, അതൊക്കെ തന്നെ കേട്ടോ. സ്വീറ്റനിങ് ഏജൻറ്റ്, ഫ്ലേവറിങ് ഏജൻറ്റ്, കളറിങ് ഏജൻറ്റ്, പെർഫ്യൂംസ് ഒക്കെയാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് ഓർഗാനോ ലെപ്റ്റിക് അഡിക്റ്റീവ്സ് ആണ്. സോ നമുക്ക് എന്താണ് നമ്മുടെ സെൻസ് ഓർഗൻസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കണ്ണിന് കളർ ഇമ്പം കൊടുക്കുന്നത്, കണ്ണ് കാണും നല്ല ഭംഗിക്ക്, നല്ല മണത്തിന്, നല്ല രുചിക്കൊക്കെ കൊടുക്കുന്ന ആ സാധനങ്ങളാണ്. സോ സ്വീറ്റനിങ് ഏജൻ്റായിട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് സൂക്രോസ്, സോർബിറ്റോളൊക്കെയാണ് കേട്ടോ. എക്സാമ്പിൾ നമ്മൾ സ്വീറ്റ്നെസ്, മധുരം കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഫ്ലേവറിങ് ഏജൻ്റ് ആണെങ്കിൽ നമുക്കറിയാം ഒന്നെങ്കിൽ സോൾട്ടി, ബിറ്റർ, സ്വീറ്റ്, സോറ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ കുറച്ച് ഫ്ലേവേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സ്വീറ്റി ആണെങ്കിൽ ഫ്രൂട്ടി, ബെറി അല്ലെങ്കിൽ ബെറി ടേസ്റ്റ്, വെനില ടേസ്റ്റ് ഒക്കെ ആയിരിക്കും. പിന്നെ ബിറ്റർ ആണെങ്കിൽ വൈൽഡ് ചെറി ടേസ്റ്റ്, വാൾനട്ട് ടേസ്റ്റ്, ചോക്ലേറ്റ് ടേസ്റ്റ്, മിൻറ്റ് കോമ്പിനേഷനൊക്കെയാണ്. ഇതൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. വെറുതെ വെച്ചു എന്നില്ല കേട്ടോ, ചുമ്മാ നമുക്ക് പേപ്പർ നിറയ്ക്കാൻ പറ്റുവാണെങ്കിൽ പറ്റില്ലേ, അതുകൊണ്ട് ജസ്റ്റ് വെച്ചു എന്നേ ഉള്ളൂ. സോ കളറിങ് ഏജൻസ് ആണ്. സോ കളറിങ് ഏജൻസിന് FD&C അപ്രൂവൽ അത്യാവശ്യമായിട്ടുള്ള കുറച്ച് കളേഴ്സ് ഉണ്ട്, നമുക്കത് മാത്രമേ പറ്റുള്ളൂ. അമരാന്ത്, പിന്നെ ടെട്രാസൈൻ, പിന്നെ എരിത്രോസൈൻ, അങ്ങനെ കുറച്ച് കളേഴ്സ് ഉണ്ട്. സോ നമുക്ക് ഭംഗി ഉണ്ടാക്കാൻ വേണ്ടിയുള്ളത് മാത്രമാണ് കേട്ടോ. സോ നെക്സ്റ്റ് മീൻസ് പെർഫ്യൂമാണ്, നല്ല മണം കിട്ടുക. സോ എക്സ്റ്റേണൽ പ്രിപ്പറേഷൻസിലാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക കേട്ടോ. ജാസ്മിൻ ഓയിൽ, ലാവൻഡർ ഓയിൽ, എലങ്, സാൻഡൽവുഡ് ഓയിൽ. സോ ഇതൊക്കെ നമ്മൾ മണം കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് പെർഫ്യൂം. സോ ഇതൊക്കെ സിമ്പിളാണ്, മനസ്സിലാക്കിയാൽ മാത്രം മതിയാവും. സോ ഇത്രയേ ഉള്ളൂ, ഒരു ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു പോർഷനാണ്. ക്ലാസ് അതുപോലെ കേട്ടിരിക്കുക, പിന്നെ നോട്ട് വായിക്കുക, അടിപൊളിയായിട്ട് മനസ്സിലാവും. സോ നെക്സ്റ്റ് ഇട്ട് കാണാം. ബൈ.